എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 29 ശ്ലോകം 7, 8, 9, 10, 11 5 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ആ ഗോപസ്ത്രീകള് ഭഗവാന്റെ ആ വേണുനാഥങ്ങൾ കേട്ടപ്പോ സർവവും മറന്ന് ഭഗവത് സന്നിധിയിലേക്ക് തന്നെ അങ്ങനെ ഒഴുകാണ്. അവരുടെ മനസ്സ് നേരത്തെ എത്തിക്കഴിഞ്ഞു. അവരുടെ ശരീരവും അങ്ങനെ എത്താനായിട്ട് അവരിതാ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങളെല്ലാം അവിടെ നിർത്തിവെച്ച് ഓടുന്നു. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണു ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 7. ലിംപന്ത്യ പ്രമൃജന്ത്യോന്യ അഞ്ജന്ത്യ കാശ്ചലോചനെ വ്യത്യസ്തവസ്ത്രാഭരണാ കാശ്ചിൽ കൃഷ്ണാന്തികം യയു. ചില സ്ത്രീകള് ശരീരത്തില് ചന്ദനം, കുങ്കുമം മുതലായവ കുറിയിട്ട് അങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റു ചിലര് കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വേറെ ചിലര് വസ്ത്രാഭരണങ്ങള് ധരിക്കുകയായിരുന്നു. ഇവരെല്ലാവരും അവരവരെന്താ ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അതൊക്കെ മുഴുവനാക്കാതെ ആ വേണുഗാനം അങ്ങോട്ട് കേട്ടപ്പോ അവിടെ അങ്ങോട്ട് എത്തണം ഭഗവാന്റെ അടുത്ത്. അങ്ങനെയുള്ള ബന്ധപ്പാട് നിമിത്തം വസ്ത്രാഭരണങ്ങളൊക്കെ സ്ഥാനം മാറ്റി ധരിച്ചുകൊണ്ടാണ് കൃഷ്ണന്റെ സ്ഥലത്തേക്ക് ഓടിയത്. കമ്മല് മൂക്കത്തിട്ടു, മൂക്കുത്തിയെടുത്ത് കാതിലിട്ടു, മാല എടുത്ത് അരഞ്ഞാണാക്കി, ഇങ്ങനെ പല വേഷം പലതരത്തില്. ഒന്നിലും ഒരു ശ്രദ്ധയില്ലാതെ അവിടെ അങ്ങോട്ട് ഭഗവാന്റെ സമീപത്ത് എത്തണം, വേറെ ഒന്നുമില്ല. ഇങ്ങനെ ഇവര് വരണത് കണ്ടപ്പോ ഭഗവാന് ഉള്ളില് ചിരിച്ചുകൊണ്ട്, ഭഗവാനില്ല അവർക്ക് അപ്രീതി ഒന്നും ഉണ്ടായില്ല എന്ന് പറഞ്ഞു. ഭഗവാന് അവരുടെ പരിഭ്രമം കൊണ്ടല്ലേ ഇത്, തന്റെ സമീപത്തിൽ വന്നു ചേരാനുള്ള ആ സംഭ്രമ നിമിത്തല്ലേ അവര് ഇതൊക്കെ ചെയ്തിരിക്കണത് എന്ന് ഭഗവാൻ അറിയാലോ. കൃഷ്ണാസക്ത ചിത്തന്മാരുടെ പ്രവൃത്തി മറ്റൊരു വിധത്തിലായാലും ഭഗവത് പ്രീതിക്ക് ആയിട്ട് ഭവിക്കണു. ഭഗവാൻ അതുകൊണ്ട് ഒരു അപ്രീതി ഒന്നും ഉണ്ടാവില്ല എന്ന് സാരം. ശരീര വേഷഭൂഷാദികള് ഏത് വിധമായിരുന്നാലും മനസ്സ് ഭഗവാനിന് സ്ഥിരമായാൽ മതി. താവാര്യമാണാ പതിഭി പിതൃഭിർഭ്രാതു ബന്ധുഭി ഗോവിന്ദാപഹൃതാത്മാനോ നനവർത്തന്ത മോഹിത. എവിടൊക്കെയാ ഈ രാത്രി? ഇവര് വേഷം കെട്ടുകയല്ല, അതിങ്ങോട്ട് ഇറങ്ങണ കണ്ടപ്പോ ഭർത്താക്കന്മാര് ചോദിക്കാണ്, ഈ രാത്രി എവിടേക്കാ ഇറങ്ങി പോണേ? പോണ്ട, നിക്കവിടെ എന്നൊക്കെ ഇവരിങ്ങനെ ഉറക്ക അച്ഛനമ്മമാരും സഹോദരന്മാരും ഒക്കെ പറയുന്നുണ്ട്. ഇതൊന്നും അവര് കേൾക്കണേ ഇല്ല. ഗോവിന്ദൻ ഇവരുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ആകർഷിച്ചിരിക്കുക. അപ്പൊ പിന്നെ അവര് അതൊന്നും കേൾക്കണേ ഇല്ല. അവര് അതൊന്നും എട്ടമിട്ട് നടക്കാതെ അങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോയി. ഭഗവത് ഭക്തിയുള്ളവരെ അതിൽ നിന്ന് വിരോധിക്കാൻ വിഘ്നങ്ങൾക്കൊന്നും ശക്തി ഉണ്ടാവില്ല. ആ യജ്ഞപത്നിമാരുടെ കാര്യങ്ങൾ നമ്മൾ കണ്ടില്ലേ, അതുപോലെ തന്നെയാണ്. അവർക്ക് ആരെന്തു പറഞ്ഞാലും ആ സമയത്ത് അതൊന്നും ശ്രദ്ധ ഉണ്ടാവില്ല. ഭഗവാൻ മാത്രമാണ് അവരുടെ ബന്ധു. അവർക്കറിയാം. സ്വതന്ത്രങ്ങളായ സ്ത്രീകള് ഭർത്താക്കന്മാരും മറ്റും ചെയ്യുന്ന ശാസനകൾ അനുസരിക്കേണ്ടി വരും. അങ്ങനെ ചെയ്യാഞ്ഞാൽ അവർക്ക് ദുഷ്കീർത്തി ഉണ്ടാവും, പരലോകത്തില് നരകവും കിട്ടുന്നൊക്കെയാണ് പറയണത്. അങ്ങനെയുള്ള ആ വിചാരശക്തി ഒന്നും ആ സമയത്ത് അവർക്ക് ഭഗവാനോടുള്ള ഭക്തി കാരണം അതൊന്നും ആ വിചാരങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്ദ്രിയങ്ങളെ പ്രേരിപ്പിക്കുന്നവനാണ് ഗോവിന്ദൻ. ആ ഗോവിന്ദൻ എന്നു പേര് സിദ്ധിച്ചിരിക്കുന്ന ഭഗവാൻ ഇവരെ ഇഹത്തിലും പരത്തിലും ഉണ്ടാകുന്ന ആ ശ്രേയസാധനങ്ങളൊന്നും ആഗ്രഹിക്കാതിരിക്കത്തക്കവണ്ണം അവരെ അനുഗ്രഹിച്ചിരിക്കുക. ഭഗവാനാണ് അവരെ പ്രേരിപ്പിക്കുന്നത്. പിന്നെ ഇവര് പറയണതൊക്കെ ശ്രദ്ധിക്കാൻ സാധിക്കുമോ? ഇല്ല. അപ്പൊ അവരുടെ പ്രവൃത്തിക്ക് അവരെല്ലാം ഉത്തരവാദി ഭഗവാനാണ്. ഭഗവാന്റെ ഇതിനനുസരിച്ച് ഇങ്ങനെ തന്നെ നീങ്ങുകയാണ് അവര്. അന്ധക്കരണങ്ങളെ അധിവസിക്കുന്ന ജീവന് അന്ധക്കരണ വൃത്തികൾ പോകുന്ന ദിക്കിലൊക്കെ പോകാതിരിക്കാൻ കഴിയില്ല. ആ ഭഗവാനുള്ളിൽ ഇങ്ങനെ ഇരുന്ന് പ്രേരിപ്പിക്കുമ്പോ ഭഗവാനെ അതിക്രമിക്കാൻ അവർക്ക് ശക്തി ഉണ്ടോ? ഇല്ല. ഒരു നദിയിൽ കൂടെ അങ്ങനെ ഒലിച്ചു പോകുന്ന തോണിയോട് കരയിൽ നിൽക്കുന്ന ഒരാള് നിൽക്ക് എന്ന് വിളിച്ചു പറഞ്ഞാൽ അത് നിൽക്കുവോ? അതുപോലെയാണ് ഭഗവത് പ്രേരണയാൽ പ്രവർത്തിക്കുന്ന ഇവര്
ഭർത്താക്കന്മാരുടെയും മറ്റും ശാസനകൾ കേൾക്കാത്തതിന് എന്താ ഒരു അത്ഭുതം ഉള്ളത്? അത് അവരുടെ തെറ്റല്ല. വിഷയാശ നശിച്ചിരിക്കുന്ന തന്റെ ഭക്തകളെ തന്റെ സന്നിധാനത്തിൽ വരുത്തിയ ഭഗവാനെയാണോ പിന്നെ കുറ്റപ്പെടുത്തേണ്ടത്? അല്പജ്ഞന്മാർക്ക് ഭഗവത് കാരുണ്യ അതിശയം ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അവര് പരിഹസിക്കും, കുറ്റപ്പെടുത്തും. ആരെ കുറ്റപ്പെടുത്തിയാലും വിരോധിച്ചാലും ഗോപികൾക്ക് ഭഗവാൻകലുണ്ടായ അനുരാഗവും ഭഗവാന് ഗോപികളിലുണ്ടായ ഭക്തവാത്സല്യവും പിന്നെയും വർദ്ധിച്ചു വന്നതല്ലാതെ ഒട്ടും കുറഞ്ഞില്ല. അതുകൊണ്ട് അവര് സന്നിധാനത്തില് വന്നു ചേർന്നു. ഭഗവത് സാന്നിധ്യം സിദ്ധിക്കണമെന്ന ആ ഭാവത്തിന് ഉറപ്പുണ്ടാകുമ്പോ എത്തിക്കണമെന്ന കാരുണ്യം ഭഗവാനും ഉണ്ടാവും. ഏ ഭജന്തി തുമാം ഭക്തിയാ മയി തേഷു ചാപ്യഹം. എന്റെ ഭക്തന്മാർ എന്നിലും ഞാൻ അവരിലും ഇരിക്കുന്നു എന്ന ആ ഭഗവത് വചനം ഗോപികളെ കുറിച്ച് ഭഗവാൻ അനുഭവപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ അനുഭവപ്പെടുത്തിയിരിക്കുകയാണ്. അന്തർഗൃഹഗതാകാശിൽ ഗോപ്യോ അലബ്ധ വിനിർഗമാ കൃഷ്ണം തൽഭാവനായുക്ത ദധ്യുർമീലിതലോചന. പോവാൻ സാധിക്കാത്തവരുടെ അവസ്ഥ വിവരിക്കുകയാണ്. ചില സ്ത്രീകള് ആ വേണുഗാന ശ്രവണ സമയത്തില് ഭർത്തൃ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ മുറികളിൽ ഇരിക്കുകയായിരുന്നു. പോവാൻ പുറപ്പെട്ട അവരെ പിടിച്ചു നിർത്തി വാതിൽ അടച്ചങ്ങോട്ട് ഇട്ടു. പിന്നെന്ത് ചെയ്യാം? അപ്പൊ അവർക്ക് പുറത്തു പോകാൻ സാധിച്ചില്ല. മുമ്പ് തന്നെ അവര് കൃഷ്ണഭക്തി ഉള്ളവരായതുകൊണ്ട് ആ ഗാനശ്രവണ മാത്രത്തിൽ തന്നെ ശ്രീകൃഷ്ണ രൂപം അവരുടെ ഹൃദയത്തിൽ അങ്ങോട്ട് സ്ഫുരിച്ചു. കണ്ണുകൾ അടച്ച് മറ്റു പദാർത്ഥ ദർശനങ്ങളൊന്നും കൂടാതെ ഭഗവത് രൂപത്തെ തന്നെ അവര് ധ്യാനിച്ചു. അങ്ങനെ അവര് ഭഗവാന്റെ സവിധത്തിൽ തന്നെ മനസ്സുകൊണ്ട് അവരുടെ ശരീരം പോയെങ്കിലും ഭഗവാനിൽ അവരങ്ങോട്ട് ലയിച്ചു. ഭഗവാൻ അവർക്ക് സായുജ്യം കൊടുത്തു, മുക്തി കൊടുത്തു. വ്രജത്തിലുള്ള ഗോപികള് പലതരത്തിലുള്ളവരാ. രാധ മുതലായവര് ശ്രീകൃഷ്ണൻ ഭഗവാനോട് തന്നെ ഒരുമിച്ച് അവതരിച്ച ദേവസ്ത്രീകളാണ്. അതുകൊണ്ട് അവര് നിത്യസിദ്ധകളാണ്. മറ്റു ചിലര് സാധന സിദ്ധകളാണ്. ജന്മജന്മാന്തരങ്ങളില് ഭഗവാനെ ആരാധിച്ച ആ പുണ്യകർമ്മഫലം അനുഭവിക്കാനായിട്ട് ഭഗവാനോട് ചേർന്ന് രമിക്കാൻ അവകാശപ്പെട്ടവരാ അവര്. ഇവരെ കുറിച്ച് പത്മപുരാണ ഉത്തരഖണ്ഡത്തില് പറയുന്നുണ്ട്. പണ്ട് ദണ്ഡകാരണ്യത്തില് വസിച്ചിരുന്ന മഹർഷിമാര് ശ്രീരാമന്റെ ആ സുന്ദര രൂപം കണ്ടപ്പോൾ മോഹിച്ചു അത്രേ. ഈ മനോഹര സ്വരൂപനെ അനുഭവിക്കണം എന്നാ മഹർഷിമാർക്ക് തോന്നിയെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഈ മഹർഷിമാരെല്ലാം ഗോകുലത്തില് ജനിച്ചു ഗോപസ്ത്രീകളായിട്ട്. അങ്ങനെ ശ്രീഹരിയെ പ്രാപിച്ച് സംസാര സമുദ്രത്തിൽ നിന്ന് കരകയറി. ചില ഗോപികള് ശ്രുതിദേവതകളുടെ അവതാരമാണെന്ന് ബൃഹത് വാമന പുരാണത്തില് പറഞ്ഞിരിക്കുന്നു. സംഭവന്തു സുരസ്ത്രീയ, എന്നെ ശുശ്രൂഷിക്കാൻ ദേവസ്ത്രീകളും ജനിക്കണം എന്ന് മഹാവിഷ്ണു പറഞ്ഞതായിട്ട് ഭാഗവതത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചിലര് ദേവസ്ത്രീകളാണ്. ആത്മത്തില് ഗോപസ്ത്രീകള് 3 തരക്കാരാണെന്നും വേറൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഗോപ്യസ്തു ശ്രുതയോജ്ഞേയ ഋഷിജ ഗോപകന്യക ദേവകന്യാശ്ച രാജേന്ദ്ര ന മാനുഷ്യ കഥഞ്ജന. ശ്രുതി ദേവതകള്, ഋഷികള്, ദേവസ്ത്രീകള് ഇവരാണ് ഗോപികളായി ജനിച്ചിരിക്കുന്നത്. അവര് കേവലം മനുഷ്യ സ്ത്രീകളല്ല. അപ്പോ ബഹുജന്മങ്ങളിൽ അഭ്യസിച്ച ഭാവനകളുടെ ഫലമായിട്ടാണ് ഗോപികൾക്ക് ശ്രീകൃഷ്ണന് ഇങ്ങനെയുള്ള ഒരു ഭക്തി സംഭവിച്ചതെന്ന് പൂർവാചാര്യന്മാര് പറയാറുണ്ട്. പിന്നെ അതിലെന്താ അത്ഭുതം? ദുസ്സഹ പ്രേഷ്ട വിരഹ തീവ്രതാവധുധാശുഭാ ധ്യാനപ്രാപ്താച്യുതാശ്ലേഷ നിർവൃത്യാ ക്ഷീണമംഗള തമേവ പരമാത്മാനം ജാരബുദ്ധ്യാപി സംഗത ജഹുർഗുണമയം ദേഹം സദ്യ പ്രക്ഷീണബന്ധന. ഭർത്താക്കന്മാരുടെയും മറ്റും പ്രതിബന്ധ നിമിത്തം ആ വൃന്ദാവനത്തിലേക്ക് പോവാൻ സാധിക്കാതെ ഇരുന്ന ഗോപികള് സദ്യോ മുക്തി പ്രാപിച്ചു എന്ന് പറയുന്നു. ശ്രീകൃഷ്ണ സമീപത്തിൽ പോകാതെ തന്നെ എങ്ങനെയാ അവർക്ക് മുക്തി ലഭിച്ചത്? കർമ്മക്ഷയം വരാതെ മുക്തി ലഭിക്കുവോ? അപ്പൊ അവരുടെ പുണ്യപാപ കർമ്മങ്ങളൊക്കെ എങ്ങനെയാ നശിച്ചത്? പ്രാരബ്ധ കർമ്മം അനുഭവിക്കാതെ നശിക്കില്ല എന്നല്ലേ പറയണേ? അതിനുള്ളതാ മറുപടി പറയാണ്. പതികളെക്കാളും പുത്രന്മാരെക്കാളും മറ്റുള്ള എന്തിനേക്കാളും ഇവര് ഭഗവാനെ സ്നേഹിക്കുന്നു. ഭഗവത് സമീപത്തിൽ പോവാൻ സാധിക്കാത്തത് കൊണ്ട് അപ്പോൾ അവരെ അനുഭവിക്കുന്ന ആ ദുഃഖാഗ്നി ഉണ്ടല്ലോ, ആ ദുഃഖാഗ്നിയുടെ തീവ്ര താപശക്തി കൊണ്ട് ഇവര് ചെയ്ത പാപ കർമ്മ ഫലങ്ങളൊക്കെ അപ്പൊ തന്നെ അങ്ങോട്ട് നശിച്ചു. അപ്പൊ അനുഭവിച്ചു. അതുകൊണ്ട് അപ്പപ്പോൾ അനുഭവിക്കുന്ന
അല്പാൽപ സങ്കടങ്ങളെക്കാൾ എത്രയോ അധികം ശക്തിയുള്ള ആ വിരഹ ക്ലേശ അനുഭവ നിമിത്തം പാപഫലം മുഴുവനും അനുഭവിച്ചു തന്നെ അങ്ങോട്ട് കഴിഞ്ഞു. അത്രയ്ക്കുള്ള തീവ്ര ശോകമാണ് അവര് അനുഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് അതിനു മുമ്പ് ചെയ്ത പാപങ്ങളൊക്കെ അങ്ങോട്ട് നശിച്ചു. അന്യ വിചാരം ഒന്നുമില്ലാതെ ദൃഢമായിട്ട് അങ്ങോട്ട് ധ്യാനിച്ചപ്പോ ഹൃദയകമലത്തില് ആവിർഭവിച്ച ഭഗവാന്റെ മനോഹര സ്വരൂപത്തെ ദൃഢമായിട്ടാണ്ട് ആലിംഗനം ചെയ്തു അവര്. അപ്പൊ അനുഭവിച്ച ആ പരമാനന്ദം നിമിത്തം ഇവരുടെ പുണ്യകർമ്മ ഫലശേഷങ്ങളും അപ്പൊ തന്നെ അനുഭവിച്ചു. അത് കഴിഞ്ഞു. അതുകൊണ്ട് ഭഗവാനെ ജാരനായിട്ടാണ് അവര് സ്വീകരിച്ചതെങ്കിലും ദൃഢസങ്കല്പ മാഹാത്മ്യത്താൽ ഇവര് യോഗികള് സമാധിയിൽ അനുഭവിച്ചറിയണ ആ പരമാത്മാവിനോടുകൂടി യോജിക്കുകയും ആ ഗുണപ്രവാഹ സംബന്ധ നിമിത്തം സിദ്ധിച്ച ശരീരം താപാഗ്നിയിൽ ദഹിച്ചു പോവുകയും ചെയ്തു. അപ്പൊ അവരുടെ ശരീരത്തെ, സ്ഥൂലദേഹത്തെ ഭഗവത് സന്നിധിയിൽ എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല. ആ സാധിക്കാത്തതിലുണ്ടായ ആ ദുഃഖാനുഭവത്താൽ പാപഫലവും ധ്യാനപ്രാപ്തനായ ഭഗവാനെ സൂക്ഷ്മദേഹത്താൽ ആലിംഗനം ചെയ്തതുകൊണ്ട് പുണ്യഫലവും അവസാനിച്ചു. അപ്പൊ എന്തായി? പരമാത്മ ധ്യാന വൈഭവത്താൽ സായുജ്യവും അവർക്ക് സിദ്ധിച്ചു. പരമാത്മാവാണ് എന്നുള്ള ബോധം ഉണ്ടാകാതെ തന്നെ ജാരനെന്ന് വിചാരിച്ചിട്ടല്ലേ ധ്യാനിച്ചത്. അപ്പോ എങ്ങനെയാ മുക്തിക്ക് അവകാശമുണ്ടോ എന്ന് ശങ്കിക്കരുത്. അഗ്നിയാണെന്ന് അറിയാതെ സ്പർശിച്ചാലും കൈ കൊള്ളും, ഇല്ലേ? മരുന്നാണെന്ന് അറിയാതെ സേവിച്ചാലും രോഗം ശമിക്കും. പനിനീർ പുഷ്പമാണെന്ന് അറിയാതെ വാസനിച്ചാലും സൗരഭ്യം അനുഭവപ്പെടും. അതുകൊണ്ട് അവർക്ക് ആ സായുജ്യം തന്നെ ലഭിച്ചു ഭഗവാനെ ആലിംഗനം ചെയ്തതുകൊണ്ട്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.